ബിസ്മില്ല. അതായത് ഇപ്പോ ചോദിച്ച വിഷയം ഹെർബലൈഫ് ഉപയോഗിച്ച് നിർത്തിയാൽ പിന്നെ തടി കൂടും, പിന്നെ അത് പ്രയാസമാകും അല്ലേ? ആ അതായത് നമ്മളെ ഹെർബലൈഫ് എന്ന് പറയുന്നത് ഒരു ഫുഡ് കാറ്റഗറിയിലുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ലോ കലോറിയിലുള്ള ഫുഡ്. അപ്പൊ സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ കലോറി കൂടും. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇത് കഴിക്കുമ്പോൾ ഉപകാരം കിട്ടും തീർച്ചയായിട്ടും. പിന്നെ എന്ന് മാത്രമല്ല, ഇപ്പോ വെയിറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ തടി കൂട്ടാനോ ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ, തടി കുറക്കാൻ ഇത് ഉപയോഗിക്കുമ്പോൾ ആ നേട്ടം കിട്ടുന്നു. ആ സമയത്ത് ആ നേട്ടം കിട്ടുന്നു. പിന്നീട് ലൈഫിൽ എന്ത് കഴിച്ചാലും പിന്നെ തടിക്കൂല എന്നൊരാശയം. ലൈഫിൽ പിന്നെ മോശമുള്ളത് കഴിച്ചാൽ മോശം ഉണ്ടാകും. ഒരാൾ എലിവേഷൻ കഴിച്ചാൽ വെച്ചു പോകും. നല്ലോണം തടിക്കുന്ന ഫുഡ് കഴിച്ചാൽ തടിക്കും. അതൊക്കെ തന്നെയാണ്. പിന്നെയുള്ള നേട്ടം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ഒരു അനുഭവം പറഞ്ഞ വേഗം മനസ്സിലാവും. എന്റെ ഒരു സുഹൃത്ത്, ഒരു സത്താഫി, അതുപോലെ നന്നായി തടി കൂടി ഒരുപാട് രോഗം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് എന്നോട് പ്രയാസം പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങള് ഞാൻ പറഞ്ഞ അളവില്, പറഞ്ഞ കാലയളവ് കറക്റ്റ് ഉപയോഗിക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് വിലയിരുത്തും. അങ്ങനെ അയാൾ ഉപയോഗിച്ചു. അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ നമ്മളൊരു 3 മാസം എടുത്താൽ അതിന്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ ഒരു 3 മാസം എടുക്കാം. അപ്പൊ ശരീരത്തിന് ഒരു ഹാബിറ്റ് വരും. ആ ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറെ കാലം അതിന്റെ നേട്ടം ഉണ്ടാവും. ഒരുപാട് കാലം അതിന്റെ ഗുണമാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് അയാൾ നിർത്തിയതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താ സ്ഥിതി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഭയങ്കര റാഹത്ത്. അതിനുശേഷം ഇപ്പോഴും എന്റെ ഹാബിറ്റ് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, 2 മുറി പുട്ട് തിന്നുന്നത് 3 മുറി തിന്നാൽ, 3 കഷ്ണം തിന്നാൽ അപ്പോ എന്റെ ശരീരത്തിന് ഇത് കൂടുതലാണെന്നുള്ളൊരു ബോധ്യം. ഇതാണ് ഈ ഹാബിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ സ്ഥിരമായിട്ട് ഒരു തെറ്റായ ഒരു ക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. ഇത്രയേ ഇതുകൊണ്ട് ഗ്യാരണ്ടി. അല്ലാതെ ഇനി ഒരാൾക്കും വേറെ ഫുഡ് കഴിക്കാൻ കഴിയില്ല, ഫുഡ് കഴിച്ചാൽ തടിക്കൂല, ഗുണമുള്ളത് കഴിച്ചാൽ ഗുണം കിട്ടൂല, അല്ലെ മോശമുള്ളത് കഴിച്ചാൽ മോശം കിട്ടൂല എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ ഒരു ആശയമാണ്. അങ്ങനെ നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഇതാണ്. ഇപ്പൊ ഇത് കഴിച്ച് ശരി, ഇപ്പൊ ഞാൻ കണ്ട നേട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഇപ്പൊ പലപ്പോഴും തെറ്റായ ഒരു റൂട്ടാണ് പിന്നെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തെറ്റായ ശൈലിയാണ് അത്. എന്നാൽ പോലും പഴയതുപോലെ എനിക്ക് ശരീരത്തിന് നെഗറ്റീവ് അടിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊന്നും കഴിയില്ല പഴയ സ്ഥിതിവിശേഷം അനുസരിച്ച്. അതേസമയത്ത് അൽഹംദുലില്ലാ ശരീരത്തിന് ഉണ്ടായ ഗുണം കൊണ്ട് ഇപ്പൊ ഞാനത് അനുഭവിക്കുന്നു. ഹംസ എന്താ പറയുക? അനുഭവങ്ങൾ എനിക്കും പറയാണ്ട്. അതല്ല, അതെ, പറ. നെഗറ്റീവ് പറയുന്ന ഒരു സംഗതി കൂടി എന്താ വെച്ചാല്, അത് നിർത്തിയാൽ നമ്മൾ സാധാ ഭക്ഷണം കഴിച്ചാൽ തന്നെ തടി അടിച്ചു കൂടുന്നു. അതൊക്കെ തെറ്റാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇപ്പൊ നിർത്തിയ ആളാണ്. ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല കോഴ്സ്. പക്ഷെ എനിക്കിപ്പോഴും അതിന്റെ റിസൾട്ട് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു. പറയുകയാണെങ്കിൽ എനിക്ക് റമദാൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഒരു 5-6 പോലും ആദ്യത്തെ ഒരാഴ്ച ഞാൻ പറ്റേ വീക്കായി കയറും. കാരണം തലവേദനയായിട്ടും ക്ഷീണമായിട്ടും. പക്ഷെ ഈ വർഷം എനിക്കത് അനുഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും മുഫദ്ദൽ ഹസനി അതന്നെ പറഞ്ഞേ. എങ്ങനെ മുഫദ്ദൽ ഹസനി ഇതേ അനുഭവം പറഞ്ഞത്. ഉപയോഗിക്കുന്ന നല്ല റാഹത്തുണ്ട്, നല്ല ഗുണമുണ്ട്. നിർത്തിയത് കൊണ്ട് മാത്രം ഒരു സാധാ ഫുഡ് കഴിച്ചാൽ വല്ലാതെ തടിക്കുക അങ്ങനെ സംഭവിക്കൂല. അതിന് മാത്രം മാജിക് ഒന്നും ഒരിക്കലും അതിനുണ്ടാവില്ല. പിന്നെ വേറെ ഒരു നെഗറ്റീവായിട്ട് പറയാവുന്ന ഒരു വശമുണ്ട്. അത് പോസിറ്റീവാണ്, പക്ഷെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയും. ഉദാഹരണത്തിന് എന്റെ വീട്ടില് ചുമരുമല് ഒരാള് ചെറിയൊരു വര വരച്ചാല് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ കുട്ടികൾ എല്ലായിടത്തും ധാരാളം വരച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം അത് നല്ല പെയിന്റിംഗ് ഒക്കെ ക്ലിയർ ആക്കി വെച്ച് അവിടെ ആരെങ്കിലും ഒരു വര വരച്ച അതൊരു വിഷയമാണ്. അത് വേഗം മയക്കണം, എന്തെങ്കിലും പരിഹാരം കാണണം, അതുണ്ടാവും. ഇതുപോലെ എന്താണ്, നമ്മള് ശരീരം ഒന്ന് നല്ല ക്ലീൻ ആയാൽ പിന്നെ എവിടെയെങ്കിലും ചെറിയൊരു നെഗറ്റീവ് വരുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ അറിയും. നേരത്തെ അയാൾ പറഞ്ഞ പോലെ ഒരു കഷ്ണം ഇത് അധികം തിന്നാൽ അത് അറിയും എന്ന് പറയുന്നത് പോലെ ശരീരം അറിയും എന്ന
അതൊരു പോസിറ്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ത് ശരീരത്തിന് ഒരു ചെറിയൊരു നെഗറ്റീവ് വരുമ്പോ തന്നെ അത് അറിയുന്നു, അത് തിരുത്താനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവാണ്. അത് എന്തിന്റെ കുഴപ്പമല്ല. ഇപ്പൊ ചുമര് നല്ല വൃത്തിയായപ്പോ ഒരു വര എക്സ്ട്രാ വരഞ്ഞപ്പോ അറിയുന്നു എന്നുള്ള വൃത്തിയായതിന്റെ കുഴപ്പമല്ല. വെള്ള വസ്ത്രത്തിൽ ചെറിയൊരു ഡോട്ട് വന്നാൽ എല്ലാരും കാണുന്നു, എല്ലാവരും പറയുന്നു. അത് ആ വെള്ള വസ്ത്രമായതിന്റെ കുഴപ്പമല്ല, അതതിന്റെ പോസിറ്റീവാണ്. പിന്നെ എന്റെ ഒരു സുഹൃത്ത് ഇതേമാതിരി നല്ല തടിയുള്ള ഒരു സുഹൃത്ത് അതേമാതിരി നല്ല, അപ്പൊ മൂപ്പര് ഇതേമാതിരി കുടിച്ചിരുന്നു. അപ്പൊ ഒരു 20 ദിവസം മൂപ്പര് കുടിച്ചു. അങ്ങനെ അപ്പൊ നല്ല മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അതേമാതിരി ഇങ്ങോട്ട് കൂടുകയും ചെയ്തു മൂപ്പര്. എനിക്കറിയാം മൂപ്പര് തടി കൂടിയൊക്കെ എനിക്കറിയാം, നമ്മളെ അടുത്ത സുഹൃത്താണ്. അപ്പൊ മൂപ്പര് തടി കൂടും, സംശയമൊന്നുമില്ല. മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ മൂപ്പര് പറഞ്ഞു, മൂപ്പര് ഒരു മാസം മധുരമൊക്കെ ഒഴിവാക്കി ഇങ്ങാണ്ട് മൂപ്പര് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് നടന്നൊക്കെ ചെയ്ത മൂപ്പര് 11 കിലോ കുറഞ്ഞു ഞാനാണ്. അപ്പൊ അതും സാധ്യത. അത് ചില ശരീരത്തിന് അങ്ങനെ ഉണ്ട്. ചില ശരീരത്തിന് മധുരം കഴിച്ചാൽ പെട്ടെന്ന് ശരീരം കൂടും. അങ്ങനെ ശരീരപ്രകൃതി, ചില ശരീരപ്രകൃതി അങ്ങനെയാണ്. അല്ല സാർ, ഞാനിത് പറഞ്ഞെന്തറിയോ, ഓരോരുത്തർ പറഞ്ഞത് അങ്ങോട്ട് പറയണല്ലോ. അറിയിച്ചാണ്. അല്ല, അങ്ങനെ തന്നെ ചെയ്യണ്ട. സംശയങ്ങള് പേടിയാണ്. കാരണം എന്താ പറയാ, ഞാൻ ഒരു മരുന്ന് പിടിച്ച് ആകെ തളർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇത് എന്തല്ല, മെഡിസിൻ അല്ല, ന്യൂട്രീഷൻ. രണ്ടാമത്തത് ലോകോത്തര നിലവാരമുള്ള, നമുക്കതൊന്ന് സെർച്ച് ചെയ്താല്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ശരിക്കും കാണാം. എന്ത് ലോകോത്തര നിലവാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. Herbalife Nutrition offers a range of products including meal replacement shakes, protein powders, supplements, and beverages designed to support healthy weight management, fitness, and overall well-being. It's a focus on balanced nutrition and science-backed approach. എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, സയൻസ് പരമായി, അതായത് ഒരു അറിവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെയേറെ കാര്യക്ഷമമായ ഒരു വെയിറ്റ് മാനേജ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതിന്റെ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞിട്ട് സയൻസ് ബാക്കപ്പ് എന്ന് പറഞ്ഞാല്, ഹെർബലൈഫ് emphasize the scientific basic of its product and uses a seed to feed approach to ensure quality and traceability of ingredients and global presence. Herbalife operates in over 90 countries with a focus on improving nutrition habits worldwide. ലോകതലത്തില് ഉന്നത നിലവാരത്തിലുള്ള എന്താണ് പ്രൊഡക്റ്റ് ആണ് ഹെർബലൈഫ് ഇന്ത്യ. As a global leader in health and nutrition for more than 40 years, 40 വർഷമായിട്ടുള്ള ഗ്ലോബലി നേതൃസ്ഥാനത്തിരിക്കുന്ന, മുൻനിരയിലിരിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് വരണം, അതിൻ്റെതായ ആ ക്വാളിറ്റി കാണിച്ചാലാണ് ഇങ്ങനെ വരുള്ളൂ. അപ്പൊ അത് നമ്മള് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിതില് നമ്മള് പറയുന്ന ഒരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ, ഹെൽത്ത് ഒന്ന് നന്നാക്കിയാൽ
പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ ആ സുഹൃത്ത് ഞാനൊരു 1000-ഓളം കേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എന്ത് ചെയ്തത്. ആദ്യം അതായത് വ്യാപകമായി റിസൾട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് പറയാനുറപ്പ്. ഇപ്പൊ ഞാനിത് പബ്ലിക്കിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് വ്യാപകമായി പേഴ്സണലായി ഏകദേശം 1000-ഓളം കേസ് എടുത്തിട്ട് ഒരുപാട് അത്ഭുതകരമായ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ഞാൻ, അതായത് ഇതൊരു സംസ്കാരമാക്കി വളർത്തിയെടുക്കണം, ഒരു ടീം കൾച്ചറാക്കി വളർത്തിയെടുക്കണം എന്നും അപ്പൊ ഒരുപാട് പേര് രക്ഷപ്പെടുന്നതും മൾട്ടിപ്പിൾ ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് ചെയ്തു വെച്ചതിന് ശേഷം അതവിടെ എന്ത് ചെയ്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാ. കാരണം നമ്മളെ സിസ്റ്റം മെയിൻ അതല്ലാത്തത് കൊണ്ട്, സിസ്റ്റം മെയിൻ ഈ ട്രെയിനിങ് ആയതുകൊണ്ട് ഇത് ഉഷാറായതിനു ശേഷം ഇനി അത് പഠിപ്പിക്കാം എന്നതാണ് ആദ്യമേയുള്ള പ്ലാൻ. ആദ്യമേ തുടക്കത്തിലേ അതാണ് പ്ലാൻ. ഈ ഐക്കോഫി ഐക്കെയർ ഒക്കെ ഈ കമ്പനീന്റെ ആണോ? അല്ല, നമ്മളത് ആവശ്യത്തിന് അത് ഉപയോഗപ്പെടുത്തുന്നില്ലേ നമ്മുടെ ആവശ്യത്തിന്. അതും ഇതേ മെത്തേഡ് തന്നെ ആവൂലേ അവരതും? അവരെ ടെക്നോളജി, അതായത് ഈ കൺസെപ്റ്റ് ഏകദേശം ഇതന്നെ. അതേസമയത്ത് ഇവരെ അതൊക്കെ ഇപ്പോ വന്നിട്ട് കുറഞ്ഞ വർഷങ്ങളായിട്ടേ ഉള്ളൂ. ഇത് 43 വർഷത്തോളായി. അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതിന് ശരിക്കും 300-ഓളം ഡോക്ടേഴ്സ് ഉണ്ട് ഇതിന്റെ സയൻസ് ഫീൽഡ്. ലോക നിലവാരത്തിലുള്ള 300-ഓളം ഡോക്ടേഴ്സ്. അതിൻ്റെതായ ഒരു ഇരിപ്പുറച്ച ഒരു ഇതുണ്ടാവുമല്ലോ. എപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കും. ഇതിൽ 30 പ്രധാന പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ നോബൽ പ്രൈസ് വരെ കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ട്. വില താരതമ്യേന മറ്റു കമ്പനികൾ കുറവോ കൂടുതലോ എങ്ങനെ ഇത് കമ്പനി വരിക? കറക്റ്റ് താരതമ്യം ചെയ്താൽ വില മാർക്കറ്റിനേക്കാൾ കുറയുക ചെയ്യുക. അത് പ്രത്യക്ഷത്തില് പിന്നെ തിരിച്ചാണ്. എന്താണ് പ്രത്യക്ഷത്തില് പിന്നെ കൂടുതലാണെന്ന് തോന്നും. അതേസമയത്ത് കറക്റ്റ് ഇതായ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിയാൽ പിന്നെ ഇത് കുറവാണ്. മാനദണ്ഡം എന്താന്ന് മനസ്സിലായില്ല. അതായത് അതിന്റെ ക്വാളിറ്റിയും അതുപോലെ ഈ വില തീരുമാനിക്കൽ ക്വാളിറ്റിയും അതിന്റെ പിന്നെ റിസൾട്ടും ഒക്കെ അല്ലേ. അങ്ങനെ ഓക്കെ. ആ അർത്ഥത്തിൽ വിലയിരുത്തിയാല് അത് ലാഭമാണ്. പറഞ്ഞ മറ്റു പല പ്രൊഡക്റ്റുകളും, ഉദാഹരണത്തിന് നമ്മളിപ്പോ പറഞ്ഞ പ്രൊഡക്റ്റ്, അതൊക്കെ ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാവുന്ന, ഇത് ഭക്ഷണമായിട്ട് തന്നെ വേണം ഇത് ഉപയോഗിക്കാം. അപ്പൊ ഭക്ഷണത്തിന്റെ ചെലവ് ഒഴിവായി. ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് ഉപയോഗിക്കാം, അപ്പൊ ഫുഡ് ഒഴിവായി. മറ്റു ഫുഡുകൾ കഴിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് ഗണ്യമായി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ആ അർത്ഥത്തിൽ നോക്കുമ്പോഴും ഇതിന്റെ വില എന്താണ് വളരെ കൂടുതൽ എന്താ പറയാ, കുറവാണ്. അതായത് ഇതിന്റെ മൂല്യം കൂടുതലാണ്, ആ അളവിൽ വില കുറവ്. പറഞ്ഞാൽ ആ വിഷയത്തിൽ മാത്രം സാമ്പത്തിക വിഷയത്തിലെ അഗ്രഗണ്യരായ ആൾക്കാര് പഠിച്ച് തയ്യാറാക്കിയ ലോക നിലവാരമുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനാണ് എന്തിനുള്ളത്, ഇതിനുള്ളത്. ഇത് ഒരു മാസമൊക്കെ കഴിച്ചുമ്പോ നിർത്തിയ പ്രശ്നം അങ്ങനെ ഉണ്ടാവും, ഇതുണ്ടാവും, മാറ്റം ഉണ്ടാവും. അതായത് അത് നമ്മൾ കഴിക്കുന്ന ഏത് ആവശ്യത്തിന് കഴിക്കുന്നു എന്നതിന് അനുസരിച്ചാണ്. അതനുസരിച്ചാണല്ലേ. ഏതാവശ്യത്തിന് കഴിക്കുന്നു, ആര് കഴിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ ഇതുണ്ടാവും അല്ലെ. എല്ലാവർക്കും ഒരേപോലെ അല്ല, വ്യത്യാസം. കാരണം ഞാനിപ്പോ ഒരു മാസം കഴിച്ചു നോക്കി. കാരണം നമുക്ക് സാമ്പത്തികം വലിയ പ്രശ്നമാണ്. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴേ നമ്മളെ വരുമാനത്തെക്കാളും വലിയ ചെലവാണ്. നമുക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഒരു ബാധ്യത. അതാ ചോദിക്കണത്. നമുക്ക് നോമ്പൊക്കെ അതുകൊണ്ട് ചെറിയൊരു അനുകൂലമായിട്ട് വന്നാലും അടുത്ത മാസങ്ങളിൽ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ
അതൊക്കെ ആലോചിച്ചിട്ടാ ചെയ്യണം. നമ്മളതായ ഒരു പ്ലാൻ ആ വിഷയത്തിൽ ചെറുതായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇത് ഉപയോഗിക്കുമ്പോ പിന്നെ ഒരാൾ അതിന്റെ റിസൾട്ട് 1 മാസം കൊണ്ടൊക്കെ റിസൾട്ട് കാണുന്ന റിസൾട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ പഠിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ചെലവില്ലാതെ തന്നെ ഉപയോഗിക്കാൻ, എന്ന് മാത്രമല്ല ഒരുപക്ഷെ അതിൽ കൂടുതൽ ഏർണിംഗ് ഉണ്ടാക്കാൻ വരെ അതൊരു വഴിയായേക്കാം. നമ്മളെ നെറ്റുമായി ബന്ധപ്പെട്ട സബ്ജക്ട് വലിയ വന്നിട്ടില്ലല്ലോ ഇന്ന്. അനുസരിച്ചത് ഇത് മാർക്കറ്റ് ചെയ്ത് ഏണിംഗ് ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ടോ? ഉണ്ട്. ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല, അത് ഒരു ഭാഗത്ത് സർവീസുമാണ്, മറുഭാഗത്ത് നല്ല ഏണിംഗും ഉണ്ടാക്കാം. നല്ല ഏണിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു കുറച്ചു കാലം, ഒരു 6 മാസമൊക്കെ തുടർച്ചയായിട്ട് ഒരാൾ സ്ട്രിക്ട്ലി അത് ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്നതിന്റെ അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇതിൽ നിന്ന് മാത്രം ഉണ്ടാകും. എല്ലാ ദിവസവും ഒരു നിശ്ചിത മണിക്കൂറുകൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് പരിചയപ്പെടുത്താനും മറ്റുമൊക്കെ കറക്റ്റ് എല്ലാ ദിവസവും അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റൈൽ ഉണ്ട്, അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ കറക്റ്റ് നമ്മൾ ആ വർക്ക് ചെയ്തു പോരുകയാണെങ്കിൽ ഷുവർ നമുക്ക് MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. MLM എന്നത് ഒരു മുസ്തലഹാണ്. മൾട്ടി ലെവൽ എന്നത് ഒരു പദമാണ്. അതിന്റെ മുസ്തലഹായിട്ട് മണി ചെയിൻ, അതാണ് മുസ്തലഹായിട്ട് ഉപയോഗിക്കുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ ഇത് MLM അല്ല. അതേസമയത്ത് മൾട്ടി ലെവൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ ഇത് ഡയറക്റ്റ് സെല്ലിംഗ്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് പിന്നെ കസ്റ്റമറിലേക്ക് പോകുന്നു എന്നുള്ളതിൽ ഇത് ഡയറക്റ്റ് സെല്ലിംഗ്. മണി ചെയിൻ അല്ല. മണി ചെയിനിന്റെ താരിഫ് ക്യാഷ് ഇടുന്നു, ക്യാഷ് ഒരു പിരമിഡ് സിസ്റ്റത്തിലേക്ക് ക്യാഷ് ഒരാൾ അടക്കുന്നു, എന്നിട്ട് ക്യാഷ് വർദ്ധിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഇവിടെ ക്യാഷ് ഇടുക എന്നുള്ള പരിപാടിയേ ഇല്ല. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമേ ഒരു ഇങ്ങനെ ഒരു എലമെന്റ്, അങ്ങനെ ഒരു ഇതിലില്ല. നമ്മളെ താഴെ ആളുകളെ തിരക്കുക, അതിന്റെ നെറ്റ്വർക്കായി പോണ സിസ്റ്റം. അതാ പറഞ്ഞത്. അതിന്റെ താരിഫ് എന്താണ്? ക്യാഷ് ചെലവാക്കുക, ആളെ ചേർക്കുക, എന്നിട്ട് പൈസ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഇതിലില്ല. ആ പരിപാടി ഇല്ല. ആളെ ചേർക്കണ പരിപാടിയും ഇല്ല. ആളെ ചേർത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി ഇല്ല. ആളെ ചേർക്കുന്നതിന്റെ മുക്കാബിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി. അതേസമയത്ത് ആളെ ചേർക്കൽ മാത്രം പാടില്ല എന്നില്ല. ഇതിപ്പോ നിങ്ങളിപ്പോ ഷെരീഫ് ഉസ്താദ് ഒരാളെ വിളിച്ചു, ഇവിടെ ഷെരീഫ് ഉസ്താദിനെ ചിലപ്പം വേറെ ഒരാളായിരിക്കും ഇവിടെ പരിചയപ്പെടുത്തി, അതൊരാളെ ചേർക്കലാണ്, നമ്മളെ ലെറ്റിലേക്ക് ആളെ ചേർക്കലാണ്. അത് തെറ്റല്ല. അതേസമയത്ത് ആളെ ചേർത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പൊ നമ്മൾ അധ്വാനിച്ച് സെയിൽസ് നടത്തിയാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിലെ മാനദണ്ഡം ഇങ്ങനെയാണ്: നമ്മള് അധ്വാനിച്ചതിന്റെ ഫലമായി ഒരു ഫലം ഉണ്ടായാൽ അതിന് നമുക്ക് എന്ത് ചെയ്യും? സവാബ് ഉണ്ടാവും, നമുക്കതിന് കൂലി ഉണ്ടാവും. അധ്വാനിക്കുക എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണ്? അധ്വാനിച്ചിട്ട് അവിടെ ഫലം കാണണം എന്നാ ഉണ്ടാവണം. അതെ. അതായത് നിങ്ങൾ പണിയെടുത്തു എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു കമ്പനി ഇത് ലീഡ് ചെയ്യുന്നു. എന്റെ മാനദണ്ഡം എന്താണ്? നിങ്ങളിൽ ഒരാൾ മുഖേന എന്റെ കമ്പനിക്ക് ഇത്ര രൂപ ലാഭം തന്നാൽ അതിന് ഇത്ര ശതമാനം ഞാൻ നിങ്ങൾക്ക് തരും. എനിക്ക് കിട്ടിയ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തരും. കമ്പനിക്ക് മിൽക്കായ ക്യാഷ്, എനിക്ക് കമ്പനിക്ക് മിൽക്കായ, എന്റെ അടുത്ത് നിന്ന് ഒരാൾ സാധനം വാങ്ങിച്ചു, ഞാൻ നോക്കി ഇതാര് മുഖേനയാണ് വാങ്ങിച്ചത്? ഇന്ന ആള് പരിചയപ്പെടുത്തിയ മുഖേനയാണ് വാങ്ങിച്ചത്. രേഖ ഉണ്ട് ഇവിടെ. അപ്പോ അതിലെനിക്ക് കിട്ടിയതിന്റെ, എനിക്ക് മിൽക്കായതിന്റെ ഇത്ര ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തരും. അത് മുഅയ്യനായ ഒരു ജുസാണ്. ആ മുഅയ്യനായ ജുസ് ഞാൻ നിങ്ങൾക്ക് തരും. അതെനിക്ക് മിൽക്കായതിന് ശേഷം ഞാൻ തരുന്നു.
അത് അയാൾക്കേ കൊടുക്കുള്ളൂ. അയാളെ തെറ്റ് അയാളെ മേപ്പെട്ടുള്ള ആൾക്കും അതിന്റെ മേപ്പെട്ടുള്ള ആൾക്കൊക്കെ അതിന്റെ ചെറിയ പാട്ട്, അങ്ങനെ സിസ്റ്റം ഇല്ല. അതാ പറഞ്ഞ അതിന് അതായത് പറഞ്ഞ ഇന്ന ആള് മുഖേനയാണ് വന്നത് എന്നുള്ളതിന് മാനദണ്ഡം കറക്റ്റ് ഉണ്ടാകും. ആ മാനദണ്ഡം അനുസരിച്ച് ഒരാൾക്കല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാളെ ഒരാൾക്ക് ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് ആയിക്കൊള്ളണമെന്നില്ല, ഒന്നിലധികം ആൾക്കാർക്ക് അതിന് നിശ്ചിത പെർസെന്റേജ് ഉണ്ടാകും. അത് കറക്റ്റ് മുഴുവനായിരിക്കും. അത് അവർക്ക് ഒന്നധികമാകുമ്പോൾ അയാളെ മുകളിലുള്ള ആൾക്ക് ഡയറക്റ്റ് അതിൽ ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് പോകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ഇട്ടാണെങ്കിൽ വാങ്ങണ വിഷയാവില്ലേ? അതായത് ഒരു അധ്വാനിക്കാതെ വരിക എന്നുള്ളതാണ് മറ്റൊരു മാറ്റർ. അത് ഇതില് വരൂല എന്നുള്ളത് ഒരു പണിയെടുക്കുന്ന സമയത്ത് അറിയാം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ടീമിന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നു. ഈ ട്രെയിനിങ് കൊടുത്ത് ആ ടീമിനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ടീമിൽ ഓരോരുത്തരും അധ്വാനിക്കുന്നതിന് എനിക്ക് ഗുണമുണ്ടാകും. എനിക്കതിന്റെ എന്റെ ഇതിൽ ഡോക്യുമെന്റിൽ എന്റെ കറക്റ്റ് അവിടെ ഡോക്യുമെന്റ് ഉണ്ടാവുക. ഞാൻ മുഖേനയാണ് ഇത്ര ആള് വന്നത്, അവരിത്ര പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവരിത്ര ഇത് നടക്കുന്നുണ്ട്. അത് കറക്റ്റ് വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ടീമിന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ടീമിന് ചെയ്യുന്നതിന് എല്ലാ കതിറിലും ഒന്നല്ല പണി. ഇപ്പൊ ഞാൻ നേരത്തെ പണിയെടുത്തത് എന്താണ്, നേരത്തെ ഡയറക്റ്റ് റീറ്റെയിൽ വിൽപ്പന തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് അതിനേക്കാൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്റെ ടീമിനെ പഠിപ്പിക്കാനാണ്. ഇപ്പൊ ഞാൻ ഊന്നൽ നൽകുന്നത്. ഇപ്പോ ഇത് മറ്റൊരാളുടെ നോട്ടത്തിൽ ഇത് അധ്വാനമല്ല. മറ്റൊരാളുടെ നോട്ടത്തിൽ ഇത് ഒരുപക്ഷെ അധ്വാനമല്ല, പക്ഷെ ഇതെന്താണ്, കറക്റ്റ് അധ്വാനം തന്നെയാണ്. അത് അധ്വാനിക്കാതെ എന്ന് പറയുന്നൊരു മെത്തേഡ് വരികയേ ചെയ്യൂല. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഞാൻ മുഖേന ഒരാൾ വന്നാൽ മാത്രം പോരാ, ഞാൻ ഇതിൽ പണിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരണം. ഉദാഹരണത്തിന് ഞാനിപ്പോ ഹെർബൽ ലൈഫിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ താഴെ എല്ലാവരും പണിയെടുത്തു, അവര് നന്നായിട്ട്, അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം, ഇതിലുണ്ട് എന്നുള്ളത് അറിയണം, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയണം. അപ്പോ ഞാൻ മുഖേന തന്നെ ഇത് വന്നു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഞാൻ ലൈനിൽ ഉണ്ടാവുള്ളൂ. അതായത് വെറും ആളെ ഇവിടെ ആക്കിയ ആൾക്കാർ പണിയെടുത്താൽ മാത്രം എനിക്ക് ഇത് കിട്ടുകയില്ല. അവർക്ക് കമ്പനിയിൽ ഞാനും ഉണ്ടെങ്കിലല്ലേ ഞാൻ മറ്റൊരാളെ ക്ഷണിച്ചിട്ട് എനിക്ക് അർഹത ഉള്ളൂ. അത്ര പോലും കണ്ടീഷനാണ് ഈ പ്ലാന്. ഞാൻ ഇപ്പൊ പഠിച്ച ഈ പ്ലാൻ, ഇപ്പൊ പറഞ്ഞ ഈ പ്ലാൻ. ഹെഡ് ഓഫീസ് ഒക്കെ ഇവിടെ വരുന്നത് ഇന്ത്യൻ കമ്പനിയാണോ പുറത്താണോ? അതായത് ഇന്ത്യയില് ഇവിടെ ബാംഗ്ലൂരിൽ അതിന്റെ മെയിൻ 12ഓളം ഹൗസ് ഹോൾഡ് ഉണ്ട്. ഇതിന് വെയർ ഹൗസ് ഉണ്ട്. 12. അതില് ഒന്ന് ബാംഗ്ലൂർ വരുന്നുണ്ട്, മറ്റ് 11 സ്ഥലത്തും മറ്റു പലയിടത്തും വരുന്നുണ്ട്. ഒന്ന് എറണാകുളത്ത് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ 12 സ്ഥലത്ത് വെയർ ഹൗസ് ഉണ്ട്. മൾട്ടിനാഷണൽ കമ്പനിയാണല്ലേ? പുറത്തും ഉണ്ടാവൂലേ? പുറത്തുണ്ട്. ഇന്ത്യയുടെ പുറത്ത് 90ഓളം രാജ്യങ്ങളിൽ ഇതിന്റെ ഇനി ആരെങ്കിലും ഷെയറിങ്ങില് വെയിറ്റ് ചെയ്യുന്നവരുണ്ടോ? എന്താ സ്ഥിതി? ബക്കോയ് ഉസ്താദ് വേറെ വിഷയങ്ങള് ഷെയറിങ്ങിലുണ്ടോ? ബാക്കിയുണ്ടോ? ഏത് വിഷയം കുഴപ്പമില്ല. മറ്റേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മറ്റേ 2 തെറാപ്പി ഉണ്ടല്ലോ, അത് 2 തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. തെറാപ്പി. അപ്പൊ അത് ഞാനും ഈ ന്യൂട്രീഷന്റെ എങ്ങനെയാണ് ചിന്ത പോയി 4 ദിവസം. പിന്നെ ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഉസ്താദ്. അപ്പം ചെറുതായിട്ടൊക്കെ അതിനെ ചെയ്തു. അപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ട് എന്റെ ഈ ക്ലാസ്സിൽ. പിന്നെ മറ്റു കുട്ടികളെ ഓദിപ്പിക്കുമ്പോൾ മറ്റു കുട്ടികൾ സംസാരിക്കുക. അപ്പൊ ഒരു കുട്ടിയെ ഞാൻ ഓദിപ്പിക്കുകയാണെങ്കിൽ മറ്റു കുട്ടികൾ സംസാരിക്കുക, അങ്ങനെ വിഷയമുണ്ട്.
ആ നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികളുണ്ട്. അത് അതിന് വേണ്ടത് ഒരു പിന്നെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി ആ, അതില് നമ്മള് എല്ലാരെയും, അതായത് ഒരാളോട് പറയുമ്പോഴും എല്ലാരോടും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ഒരാളോട് പറയുമ്പോഴേ എല്ലാരോടും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാല് ആ വിഷയം പരിഹാരം. പോണ്ടി സെക്ഷൻ പോയി പോരെ. അപ്പൊ എങ്ങനെയാ ഉണ്ടാകാൻ ചെയ്യുമ്പോ ഒരു അതായത് നമ്മള് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാ പോകുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും, കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ഫീല് ഇപ്പൊ ഖുർആൻ ക്ലാസ് എടുക്കുന്നെങ്കിലും ഖുർആൻ ക്ലാസ് ഇത്ര വിഷയമാണ് എടുക്കുന്നത്, ഇത്ര മുതൽ ഇന്നത് വരെ, ഇന്ന സമയം, ഇന്ന ഇടം മുതൽ ഇന്ന ഇടം വരെയാണ് എടുക്കുന്നത്, ഇത്ര കുട്ടികളാണ് എന്റെ ക്ലാസ്സിൽ വരുന്നത്, അതിൽ ഇത്ര കുട്ടികളെ കൊണ്ട് ഓദിക്കും. ഇങ്ങനെ കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ കറക്റ്റ് അത് ഫീൽ ചെയ്യും, കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ഒരാൾ ഓതുമ്പോഴും നമ്മൾ എല്ലാവരുടെ മുഖത്തും ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ തന്നെ അത് നേരെയാവും. ഒരാളെ കൊണ്ട് ഓദിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാരെയും ഒന്ന് മുഖത്ത് നോക്കണം. അല്ല, ഞാൻ പിന്നെ നല്ല പരിചയമുള്ള കുട്ടികളും അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പ്രയാസം ഒന്നുണ്ടായി അങ്ങനെ വിചാരിച്ചേ. കാരണം ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾക്കൊന്നും എന്നെ പോയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ നിന്നോണ്ടേ. ആ. അതുകൊണ്ടേക്കാരെന്ന് വിചാരിക്കണേ, എന്താന്നറിയില്ല. അതൊന്ന് ഇനി ആ മുൻധാരണകളൊക്കെ മാറ്റിയാൽ മതി. നിങ്ങൾ നല്ല ഉഷാറിൽ പോയിട്ട് മാറ്റണം. അതില് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങളെ ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടണം. ശ്രദ്ധിച്ചാൽ തന്നെ നേരെയാവും. കൂടെ നിങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞേട്ടോ, നിങ്ങളെ വിഷയങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യും. ഇനി മുഹമ്മദ് അഷ്റഫി ഉസ്താദ്. ഓണാകുന്നില്ലേ? ആ, ഓണായി. ഓക്കെ. വാലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, റാഹത്താണ്. വളരെ സന്തോഷങ്ങളുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്റെ അവസ്ഥക്കും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നെ ഇവന്റെ വിഷയത്തിലും നല്ല വ്യത്യാസം തന്നെയാണ് തോന്നുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പൂർണ്ണമായി എന്ന് അത് പറയുന്നില്ലെങ്കിലും ഏകദേശം നല്ല വ്യത്യാസം തന്നെയാണ് ഉള്ളത്. ഹുലക്കിന്റെ വിഷയത്തിലൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അതാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോഴല്ലേ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്തുള്ളൂ. അൽഹംദുലില്ലാ, ഇന്നൊക്കെ ചില ദിവസങ്ങളിൽ അതില് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്നുണ്ട് ഹുലക്കിന്റെ വിഷയത്തിലേ. അതില് ഒറ്റയടിക്ക് മാറുക എന്നുള്ളൊരു അങ്ങനെ ഒരു ശാസ്ത്രീയത ഇല്ല. അതെ അതെ, അത് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തത്, അതിന്റെ റീസൺ എന്താണ്, ഒരു നെഗറ്റീവായ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് അത് പരിഹരിച്ചാൽ മതി. അതെ 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 അതെ, അതിന്റെ ശരിയായ റീസൺ, അതായത് അവർക്ക് പോസിറ്റീവ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്താൽ നേരെ. അതെ 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 അതെ. പിന്നെ കലാം കൊണ്ടേ, ആളിവിടെ ഹാജരായത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. കലാം കൊണ്ട് ചിലപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കുറെ പ്രയാസപ്പെട്ട അവസ്ഥകള് ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെ. അതെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ സംസാരം കൊണ്ട് വരുമ്പോ പിന്നെ നമ്മളെ ആളുകള് ഇത് വിഷമുണ്ടാക്കി, പ്രയാസം ഉണ്ടാക്കി എന്നുള്ളിടത്തോളം ഇങ്ങനെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ സഹോദരന്മാരിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അത് അവന്റെ മനസ്സിൽ ഒന്ന് ഒഴിവായി കിട്ടാൻ, എന്നല്ല നമ്മുടെ ആളുകളോടും നമ്മുടെ ഈ ഇൽമിനോടൊക്കെ ഒരു മഹബത്തിലേക്ക് ഒന്ന് എത്തിക്കിട്ടാൻ, ആ നേരത്തെ കാര്യം കൂടി ഒന്ന് പോയി കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് അവനത് ഷെയർ ചെയ്യുന്ന ആ ഒരു സമയം വരുമ്പോ അവരോട് പറയാ, എനിക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിന്ന് ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടാവൂലേ, അതിന് ഒരു പരിഹാരം പറഞ്ഞു തരട്ടെ.
ഒരു കാര്യം ചെയ്താൽ മതി. ഇതിന്റെ ഒരു പ്രൊഫഷണലാണ് എന്ത് നമ്മളെ ട്രെയിനർ. അപ്പൊ ആ ട്രെയിനറോട് നിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ നിനക്ക് സ്വയം ഇതിൽ നിന്നെല്ലാം ഈ പെയിൻ, ഈ അലമിൽ നിന്നെല്ലാം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരകയറാൻ പറ്റും. അങ്ങനെ അഭിപ്രായം പറയാം. അഭിപ്രായം പറയുമ്പോൾ പെട്ടെന്ന് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അഭിപ്രായം നോർമലായിട്ട് പറഞ്ഞാൽ മതി, ഇമോഷണൽ ആകാതെ പറഞ്ഞാൽ മതി. അതെ 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 അതെ. അപ്പൊ കുറച്ച് കഴിയുമ്പോ ആള് മാറി വന്നു. അങ്ങനെ ചെയ്താൽ മതിയല്ലേ? ഇൻഷാ ഇൻഷാ അല്ലാ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. റാഹത്താണ്. ദുആ ചെയ്യണേ. ചേർക്കണേ. ഒരുപാട് വാലൈക്കും അസ്സലാം. ശരീഫ് ഉസ്താദ് എന്തേ പറയുന്നുണ്ടോ? ഉറക്കുന്നുണ്ടോ? പിന്നെ വിളിക്കാം. പാകത്തല്ലേ? അൽഹംദുലില്ലാഹ്. അയ്യൂബ് ഹസനി എന്തേ പറയുന്നുണ്ടോ? അയ്യൂബ് ഹസനി കുട്ടികളെ നോക്കാൻ പോകും. ഫായിസ് ഉസ്താദ് ഉറക്കൂക്കിയോ? സാറേ പറഞ്ഞോട്ടെ? ആ വരി വരി. നമുക്ക് രണ്ട് കാര്യങ്ങള്. ഒന്ന്, നമ്മുടെ സ്ഥാപനത്തില് മുത്തല്ലിമികളിലൊക്കെ ഒരു പഠന മനോഭാവം ഉണ്ടാക്കുക, ഒരു പഠിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക സ്ഥാപനത്തില്. പോണ പോക്കിന് ഇങ്ങനെ പോവാതെ ഇനി എന്നും കിതാബ് നോക്കുക, എന്റെ ചെറവും വാശിയൊക്കെ നോക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് കുട്ടികൾ എത്തുക. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം, കുട്ടികളില് മുത്തല്ലിമിയത്ത് സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇത് നിലവിൽ സ്ഥാപനത്തിന്റെ റൂള് എന്ന നിലക്ക് ആ നിലക്കാണ് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും സുന്നത്ത് നിസ്കാരം, റവാത്തിബ് ആവട്ടെ, വേഷാവട്ടെ, അതൊക്കെ ഒരു റൂള് ഫോളോ ചെയ്യാന്നുള്ള നിലക്ക് മാത്രം അവരെ കൽബിനുള്ളിൽ കയറാത്തൊരു പ്രശ്നമുണ്ട്. അത് മാറിയിട്ട് അവർക്ക് ആത്മാർത്ഥമായ ഒരു മുത്തല്ലിമിയത്ത് അവരെ സംസ്കാരമായിട്ടും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ വരണം. അതുണ്ടാക്കിയെടുക്കുക. രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ടും വേണം. അതിലിപ്പോ ആദ്യം ഇതിനെ ഫോക്കസ് ചെയ്യണോ, രണ്ടും കൂടി ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യണോ, എങ്ങനെ ചെയ്യണ്ടേ, ഇതൊക്കെയാണ് അറിയേണ്ടത്. അതില് ചെയ്യേണ്ടത് സ്ഥാപനത്തിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. മൊത്തം സ്ഥാപനത്തില് ഒന്നിച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ടൂൾ തന്നെയാണ് ഉപയോഗിക്കുക. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, രണ്ട് IDR, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട്, മൂന്ന് ക്വാളിറ്റി ടൈം ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ, 2 ടൈപ്പ്. പിന്നെ 4 സ്റ്റാർ സിസ്റ്റം, റിവാർഡ് പോയിന്റുകൾ. 5 ഈ ക്വാളിറ്റി ടൈമിന്റെ ഒരു ടൈപ്പായിട്ട് അസംബ്ലി. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ എന്ത് വേണം, അതിനൊരു കരിക്കുലം, അതിനൊരു സിലബസ്, ഈ വിഷയത്തിനൊരു കരിക്കുലം സിലബസും ഉണ്ടാക്കും നമ്മൾ. എന്നിട്ട് ആ പ്രൊജക്ട് ചെയ്യിപ്പിച്ച് തരും. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികളിൽ ഈ പറഞ്ഞ റിസൾട്ടിലേക്ക് നിശ്ചിത സമയം കൊണ്ട് എത്തിക്കാൻ പറ്റും. പറഞ്ഞ മൈക്കോണാക്കിക്കോ. ലാസ്റ്റ് പറഞ്ഞല്ലോ അസംബ്ലി ജിത്തിമാഴ്, അതിപ്പോ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കണ്ടേ. അസംബ്ലി കൊണ്ട് ഉദ്ദേശം അതന്നെയല്ലേ, എല്ലാ മുത്തലിമും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സംഗമം, ഉസ്താദന്മാര് സംസാരിക്കുക എന്നുള്ളതൊക്കെ അല്ലേ ഉദ്ദേശം? അതെ അതന്നെ വേണ്ടത്. അതന്നെ വേണ്ടത്. മാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അതിൽ എന്ത് കൊടുക്കണം എന്നുള്ളതാണ് തീരുമാനം വേണ്ടത്. അതെ അതില് ഇത് ബിന്നിസ്ബത്ത് ഇലൈഹി ആയിട്ട് മാറും. അതായത് ഡിപ്പെൻഡഡ് ഓൺ കരീനത്ത്. ആ സമയത്തെ അതിനോട് എന്ത് ചെയ്യും, ഡിപ്പെൻഡഡ് ആയിട്ട് മാറും. അവിടെ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരിക്ക് ഇത് മാത്രം കൊടുത്താൽ, അല്ലെങ്കിൽ എല്ലാ ടീമുള്ള അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സെഷൻ, അതായത് നമ്മള് ഇൻഷാല്ലാ അടുത്ത നമ്മളൊരു ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മളിങ്ങനെ മനസ്സിലിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ട്രെയിനിങ് സിസ്റ്റം നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് സ്ഥാപനങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് വന്നാല് സ്ഥാപനങ്ങൾക്ക് ഒന്നിച്ച്, അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഒരു മെന്ററായിട്ട്
ആ മെന്റർ അത് ഫുൾ ഒബ്സർവ് ചെയ്ത് ആവശ്യമായ ഭാഗങ്ങൾ ആഡ് ചെയ്ത് കളയേണ്ട കളഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ നിശ്ചിത കാലാവധി ആകുമ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ ഈ മെന്റാലിറ്റി എല്ലാം കൃത്യമായി ഉണ്ടായി കുട്ടികൾ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തും. മുസ്തഫ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ഒന്നിച്ച് നടപ്പിലാക്കിയാല് ഈ മുത്തല്ലിം സ്വഭാവവും അതോടൊപ്പം പഠന മെന്റാലിറ്റി രണ്ടും ഒന്നിച്ചുണ്ടാവും എന്നറിയാം അല്ലെ. അതിന് വെവ്വേറെ ഒന്നുമില്ല. അതില് ഇതന്നെയാണ് ചെയ്യുക. പക്ഷെ എന്താണ് ആ സാഹചര്യത്തിനനുസരിച്ച് അവിടെ അതിലിങ്ങനെ ഇടപെടാനുണ്ടാവും. ടൂള് തന്നെയാണ്, പക്ഷെ അതില് നമ്മളത് ഏത് സ്ഥാപനത്തിൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് അതിങ്ങനെ ആ അവസരത്തിൽ അതിങ്ങനെ അതിന്റെ ഇത് മാറും. ഈ IDR ഒക്കെ റമദാൻ കഴിയേണ്ടി വരും. ഇപ്പൊ പരീക്ഷ സമയമാണ്, കുറച്ചും കൂടി പിന്നെ ക്ലാസ്സുകളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ആയിരുന്നെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതെ 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 ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലെ. അത് ശരിയാണ്. കാരണം അപ്പോഴാണ് നമുക്ക് അതിന്റെ ഇത് കാണുക. ഫൈസ് ഉസ്താദ് എന്തേ പറയുന്നുണ്ടോ? ഫൈസ് ഹസനി ഉസ്താദ് കേൾക്കുന്നില്ലേ? മൈക്ക് ഓഫ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സഹ റാഹത്തല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ റാഹത്ത്. നിങ്ങളെയും കൂടെ കണ്ടപ്പോ കൂടുതൽ സന്തോഷം. പിന്നെ റമദാനിന് ഇനി ഇപ്പൊ കഴിയാനായല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രത്യേകിച്ച് റമദാനിന് ചെയ്ത് കൊടുക്കാൻ കഴിയും? റമദാനില് അവരെ സാഹചര്യത്തിനനുസരിച്ചല്ലേ ചെയ്തു കൊടുക്കേണ്ട. അവർക്ക് എന്തെങ്കിലും പുതിയ ഇപ്പൊ പരീക്ഷയൊക്കെയാണ് ഇപ്പൊ. പരീക്ഷയ്ക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അതുപോലെ നേരത്തെ ഉള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. അപ്പോ ഫുൾ ടൈം പഠിക്കുക, ഒരു നിശ്ചിത സമയം പഠിക്കുക, കളി ആവശ്യമുണ്ടെങ്കിൽ നിശ്ചിത സമയം കളിക്കുക. അതുപോലെ മറ്റു വിഷയങ്ങൾ കുറച്ച് ആസ്വാദികരമായ രീതിയിൽ മറ്റു വിഷയങ്ങൾ പഠിക്കാനൊക്കെ അവസരം അവരുടെയും കൂടെ സമ്മതത്തോടു കൂടെ മാത്രം നൽകാം. പഠിക്കുക എന്ന് പറഞ്ഞാല് അവർക്ക് പുറത്തുപോയി പഠിക്കാൻ അവസരം ഉണ്ടാക്കരുത്. ഇപ്പൊ ഹിഫുളാക്കണം. ഹിഫുള് നമ്മള് ഉസ്താദ് ഹിഫുളാക്കി കൊടുക്കും. അവരെന്ത് ചെയ്യേണ്ട, വേറെ പണിയൊന്നും എടുക്കണം. ഒരു രീതി ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു അരമണിക്കൂർ ഹിഫുളാക്കുക. അരമണിക്കൂറിൽ ആദ്യത്തെ 10 മിനിറ്റ് ഓതി, രണ്ടാമത്തെ 10 മിനിറ്റ് അത് കാണാതെ ഓതി, മൂന്നാമത്തത് അതിലെ കറക്ഷനുകൾ ശരിയാക്കി, അങ്ങനെ 10 മിനിറ്റ്. ഇനി വേറെ പഠിക്കണ്ട കേട്ടോ, ഒഴിവുള്ള പോകുന്നുണ്ടെങ്കിൽ ഇന്നത് ഓതാ, അത്ര തന്നെ. പിറ്റേ ദിവസവും. അപ്പൊ ഇങ്ങനെ കുട്ടികൾ പരീക്ഷന്റെ ഇടയിൽ ചെയ്യുന്നു. ഇത്ര ദിവസം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഈ ഫുള്ളാക്കും. സമാധാനം. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഭാഷയൊന്നും ഭാരമാകരുത്. അതേസമയത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റണം. കഴിയുന്നതും പഠിപ്പിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് കൺസെന്റോടുകൂടെ, പിന്നെ ഇംഗ്ലീഷൊക്കെയാണ് അതിന്റെ കറക്റ്റ് അതിന്റെ ഇവരെ പ്രൊനൗൺസിയേഷൻ ഇല്ലേ, ഫോറിൻസിന്റെ ആ പ്രൊനൗൺസിയേഷനിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഉറുദു അതിന്റെ പ്രാക്ടിക്കൽ സംസാരിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെഷൻ, ഒരു അരമണിക്കൂർ സെഷൻ. അപ്പൊ അത് കഴിയുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അത്തരം ചില സംഗതികൾ, ഭാഷ, അവർക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഒരു മാജിക് പോലെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനൊക്കെ ഇഷ്ടംപോലെ സാധനം യൂട്യൂബിൽ കാണാം. നോക്കിയാൽ ഏത് സബ്ജക്റ്റാ വീക്ക് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്റെ സിമ്പിൾ മെത്തേഡ്സ്. അപ്പൊ അത് വെച്ചിട്ട് നല്ലൊരു എക്സ്ട്രാ ക്ലാസ് കൊടുക്കും. ഈ ഇംഗ്ലീഷൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ കൊടുക്കുമ്പോ വളരെ ബാക്കിലുള്ളവർക്ക് അതിലേക്കാണ്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് നമ്മൾ അതിന്റെ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ ഇപ്പോ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഇംഗ്ലീഷ് ആണെന്ന് വെക്കുക.
ഇംഗ്ലീഷ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസ് ആദ്യേ ആ പ്രൊനൗൺസിയേഷൻ തുടങ്ങുകയാണ്, അത് ഭാരമൊന്നും ആവില്ല. ഉം. അവർക്കും അതിലെന്ത് മതി. അതിലിപ്പോ തുടക്കത്തിൽ ഇംഗ്ലീഷ് കേട്ടാ തീരെ അങ്ങനെ തന്നെ എല്ലാരും. അപ്പൊ മലയാളം നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ശരിയായി അതുപോലെ അവരോട് ആദ്യം പറയേണ്ടത്, നിങ്ങൾ റിസ്ക് എടുക്കണ്ട, ബേജാറാവൊന്നും വേണ്ട, നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കേൾക്കാൻ സന്നദ്ധായാ മതി, നിങ്ങൾ മെനക്കെട്ട് പഠിക്കണ്ട. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തന്നെ അപ്പത്തെ ശരിയായിക്കോളും. ഒരു 3-4 തവണ കേൾക്കുമ്പോ ഓരോന്നിനും ഏകദേശം ഒക്കെ മനസ്സിലാവും. അത്ര മതി. അങ്ങനെ തന്നെ എല്ലാ ഭാഷ. ഉം. പിന്നെ ഈ 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് നോമ്പിന് ഭയങ്കര ക്ഷീണ. ഇപ്പൊ ചിലരിലൊക്കെ സ്കൂളിൽ പോയിട്ട് നോമ്പ് മുറിക്കും. 1-2 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. വെള്ളം കാണുമ്പോൾ കുടിച്ചു പോവാന്ന് പറയും. അപ്പൊ എന്താ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അവരെ മാനസികമായി അത് നല്ല ഒരു ഇതാക്കി കൊടുത്തത്, നല്ല അതിന്റെ ഒരു മഹത്വവും അതിന്റെ ആ ത്രില്ലൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അവരെ വില്ലിങ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് അതിനോട് താല്പര്യമുണ്ട്. അല്ലാതെ അതില് വേറൊന്നും സ്വീകരിക്കണ്ടല്ലോ. ചെറിയ കുട്ടികളുമാണല്ലോ, ആ ഭയങ്കര വെയിലുമാണ്. പേടിപ്പിക്കണ്ട. പേടിപ്പിച്ചാലുള്ള സുഖവും, അതേസമയത്ത് അതിനെ ഇഷ്ടപ്പെടുത്തുക, അതിനെ മഹത്വവൽക്കരിക്കുക, അത് നല്ല ത്രില്ലുള്ള ഒരു സബ്ജക്റ്റ് ആക്കി എടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോ അതിന് അവർക്ക് പൂതിയുണ്ടാവും. നമ്മളൊക്കെ ചെറിയ മക്കൾക്ക് പിന്നെ മൊബൈൽ അല്ല, ഈ നോമ്പ് എടുക്കണം എന്നുള്ള വാശിയാണ്. രക്ഷിതാക്കൾക്ക് പേടി. അപ്പോഴും അവർക്ക് ഞാൻ എന്തായാലും നോക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നോമ്പ് വെക്കുന്നത്. എന്തുകൊണ്ടാണ്? നോമ്പ് വെൽക്കൊരു ത്രില്ലാണ്, വലിയ സംഭവമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ അതിലേക്ക് വരുന്നത്. അതങ്ങനെ അതിന്റെ മഹത്വവും ത്രില്ലും എല്ലാം കൂടി കാടി അങ്ങനെ കളർത്തിയിട്ട് ഷറാക്കിയാൽ മതി. അപ്പൊ പിന്നെ ചെയ്തു. പിന്നെ ഈ നിസ്കാരത്തിന്റെ ഒക്കെ കറക്റ്റ് രൂപം പഠിപ്പിച്ചെടുക്കും. പിന്നെ 1-2 ദിവസമൊക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ അതിലേക്ക് അങ്ങനെ മാറിപ്പോവും. അല്ലെങ്കിൽ നമ്മളെ ഹലറത്തിൽ അങ്ങനെ ഒരു നല്ല ഉഷാറായിട്ട് നിസ്കരിക്കും. ഒറ്റക്കാവുമ്പോഴൊക്കെ അതിന്റെ കോലം മാറും. ഒരു 40 ദിവസം തുടർച്ചയായിട്ട് നമ്മളെ ഫോളോ അപ്പ് കൊടുക്കാം. എങ്ങനെ? അവര് നിസ്കരിക്കുമ്പോ എല്ലാ ദിക്റുകളും ഖാരിജിൽ നിന്ന് നമ്മൾ അതിന്റെ കറക്റ്റ് മഹ്റജിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്തു കൊടുത്താൽ അവർക്കതൊരു ഹാബിറ്റ് ആയിട്ട് വരും. പിന്നെ അവർക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മൾ പുറത്തുനിന്ന് ചെയ്യേണ്ടി ദിക്ർ ചൊല്ലി കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഒരു കുറച്ച് ദിവസം അങ്ങനെ ചെയ്തിട്ട് നോക്കിയാൽ മതി. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം ചെയ്താൽ അവർക്ക് പിന്നെ എല്ലാ നിസ്കാരത്തിലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പൂതിയാകും. ചെല്ലുന്ന എല്ലാ ദിക്റുകളും നല്ല മഹ്റജോടെ കൃത്യമായിട്ട് എല്ലാരും ഒപ്പം നിസ്കരിക്കല്ലേ? എല്ലാരും ഒപ്പം ദിക്റൊക്കെ അങ്ങനെയാണ്. പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അഫ്ആലുകളൊക്കെ നമ്മള് കൂടെ നിന്നിട്ട് റെഡിയാക്കി കൊടുക്കുക നിസ്കാരത്തിൽ. അതില് ആദ്യം 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് നിസ്കാരത്തിന്റെ ഖാരിജിൽ തന്നെ ഓരോ ഫേലും എങ്ങനെയാകണം, സുജൂദ് എങ്ങനെയാകണം, നെറ്റി എവിടെ വെക്കേണ്ടത്, കൈ എവിടെ വെക്കേണ്ടത്, അതെല്ലാവർക്കും ഒരു 2-3 തവണ വെപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നിസ്കാരത്തിൽ അങ്ങനെ ആകുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് കൊടുക്കുക, അതിന് അംഗീകാരം കൊടുക്കുക. പിന്നെ അവരെ ഏതേറ്റു പിടിച്ചു. പിന്നെ കുട്ടികൾക്കിടയിൽ ഒന്നും കൂടി ഒരു ഐക്യം വരും. അതായത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞതിന് മുമ്പ് ഒരു ചെറിയൊരു 2 ടീമായിട്ടുള്ളൊരു പ്രയാസമുണ്ട്. വലിയ പ്രയാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ കളിയാക്കല് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് കുട്ടികളിൽ ഈ ഐക്യബോധം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ വീഡിയോ ഒന്ന്
എടുത്തൊന്ന് കണ്ടാല് നല്ലൊരു ഐഡിയ കിട്ടും. വീഡിയോ ഞാൻ കണ്ടാണ്. എന്തേന്നോ കണ്ടിരുന്നു. ഐഡിയ കിട്ടിയിട്ടില്ലേ? ഒന്നും കൂടി കാണാൻ. ഒന്നും കൂടെ ഒന്ന് കണ്ടാലേ അതിൽ ആവശ്യമുള്ള നല്ല അതിന്റെ പ്രധാന സോഴ്സുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയതാണ്. കാരണം പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ്. ഇതാണ് ആ വീഡിയോ. ഒരു 10 മിനിറ്റ്, ഒരു 9 മിനിറ്റേ ഉള്ളൂ, 9:50, 10 മിനിറ്റ്. അതായത് ഇത് നമുക്ക് കുട്ടികളുടെ ഇടയിലും എന്ത് ചെയ്യാം, നമ്മളെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത് കൊണ്ട് ആ ഭാഗം ഒന്ന് കൊണ്ടുവന്നത്. പരീക്ഷയ്ക്ക് പഠിക്കാനൊരു താല്പര്യം കാണിക്കണില്ല ചില കുട്ടികൾ. എപ്പോഴും പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരിക. ലോകത്ത് മടി എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. ഉള്ളത് മറ്റൊരു പ്രശ്നത്തിന്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ആ പ്രശ്നം കണ്ടെത്തുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി തോന്നുന്നത്? ക്ലാസ് മനസ്സിലാകാത്തതുകൊണ്ടാണോ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള അവർക്ക് ആവശ്യമായ ഖദറിലേക്ക് ആ സാധനത്തെ റീപ്ലേസ് ചെയ്തു കൊടുക്കും. പഠിക്കാൻ കൊറേ ഉണ്ട് എന്നുള്ള ചിലപ്പം കാരണം. അതാ പറഞ്ഞത്, അതൊരു കാരണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള സമയം എത്ര ഉണ്ട് നോക്കുക. ആ സമയങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് ആ സമയത്തേക്ക് ഓരോ സമയത്തും പഠിക്കാനുള്ള ഭാഗത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഉഷാറായിട്ട് കുട്ടികൾ പഠിച്ചു. അങ്ങനെ ചെയ്തിട്ടും പിന്നെ കുറച്ചൊക്കെ അങ്ങനെ പഠിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പഴയ അവസ്ഥയ്ക്ക് എത്തും. അപ്പൊ എന്താ ചെയ്യണ്ടത്? അതിന് ഡിവൈഡ് ചെയ്തതിൽ പൂർത്തിയായിട്ടുണ്ടാവില്ല. തഖ്സീം, ഷെഡ്യൂളിങ് പൂർത്തിയായി ശരിയായാൽ മതി. എന്നിട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവരെ കൂടെ നിന്ന് കൊടുക്കണം. കൂടെ നിന്ന് കൊടുക്കണം പറഞ്ഞാല് അവരെ ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ ഏതാ പഠിക്കുന്നത്? നമ്മളെ ഇപ്പൊ ഏതിന്റെ സമയമാണ്? ഏതൊക്കെ വിഷയം ഇപ്പൊ പഠിക്കുന്നത്? അങ്ങനെ ഒന്ന് ചോദിച്ചു കൊടുത്താൽ. പിന്നെ ഒരു കുട്ടിക്ക് ഇങ്ങനെ കളവ് പറയണ എപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ കളവ് പറയും. പിന്നെ അടുത്ത് വന്നിട്ട് ചിലപ്പം സംസാരിക്കണതിന്റെ ഇടയിൽ സത്യം പറയും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം നമ്മൾ അവനോട് അടുത്തിട്ടില്ല, രണ്ടാമത് അടുത്തപ്പോ അവൻ സത്യം പറഞ്ഞു എന്നാണ്. അപ്പൊ ആദ്യത്തെ തവണ തന്നെ ആ അടുപ്പം കളിക്കാൻ ശ്രമിച്ചാണ്. അല്ല, അടുത്തിട്ട് എന്ന് പറഞ്ഞാല് പിന്നെ ക്വാളിറ്റി ടൈമില് അതിനെ കുറിച്ച് പിന്നെ ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ബന്ധപ്പെട്ട് വരിക ചെയ്താല് പിന്നെ ശരിയായി. അത് നമ്മളോട് കളവ് പറയുന്നതിന്റെ കാരണങ്ങൾ നോക്കണം. കളവ് പറയുന്നതിന്റെ കാരണങ്ങൾ അവർക്ക് ഒരു അകലം ഉണ്ടാവും. ഒന്നുകിൽ പേടിച്ചിട്ട്, അതല്ലെങ്കിൽ എന്തോന്ന് പിന്നെ അവർക്കൊരു ആളാകാൻ, ഇങ്ങനെ പല കാരണങ്ങൾക്ക് കളവ് പറയും. അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാതാക്കുക. നമ്മൾ അത്രയും അടുക്കുക. അതായത് അവരുടെ അടുത്ത് ഒരു തെറ്റുണ്ടായാൽ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കുകയല്ല വേണ്ടത്, അത് തിരുത്താൻ കൂടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോ അവർ നമ്മളോട് കളവ് പറയില്ല. ഉദാഹരണത്തിന് ഇവിടെ വന്നിട്ട് ഞാൻ ഉസ്താദിനോട് കാണാം, കുട്ടികളെ സ്ഥിതിയൊക്കെ ഉഷാറാണ്, പിന്നെ നിങ്ങളിപ്പോ കുട്ടികളെ നോക്കുന്ന വിഷയത്തിലൊക്കെ നിങ്ങളെ സ്ഥാനം നിങ്ങൾ വഹിക്കുന്നുണ്ടോ, എന്താ നിങ്ങളെ സ്ഥിതി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഒന്ന് ഉഷാറാക്കി പറയണം. അതേസമയം ഇവിടെ നിങ്ങൾ ഓപ്പണായിട്ട് വിഷയം പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ കുട്ടി മോശമായാലും നിങ്ങളെ ആക്ഷേപിക്കില്ല. ഇനി വേറെ ആ ഉള്ളിലേക്ക് കടന്ന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
അപ്പൊ നിങ്ങളുടെ ആവശ്യമായി മാറി എന്ത്, നിങ്ങളെ കുട്ടികൾ ഉഷാറാക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു, ഇതാണ് വേണ്ടത്. ഇതുപോലെ അവരെയും ആ രീതിയിൽ പരമാവധി സ്വാതന്ത്ര്യം കൊടുത്ത് ഉഷാറാക്കുക. നെറ്റിന്റെ അകലം ഇങ്ങനെ കൂടുമ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇമോഷണലായി ദേഷ്യമൊക്കെ വന്നു പോകുന്നുണ്ട്. അതുണ്ട്. അതൊരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ഇത് ചെയ്താലേ നമുക്കൊരു സ്കില്ലിന്റെ നോർമലായിട്ട് വരും, പ്രകൃതമായിട്ട് വരും. 12 ലെറ്റില്ല. അതുവരെ നമ്മൾ ക്ഷമിക്കണം. എന്നാലും ചിലപ്പോഴൊക്കെ ഒന്ന് ബാക്കോട്ട് പോകാം. പക്ഷെ ബാക്കോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകത, മറ്റു ട്രെയിനിങ്ങുകളെ അപേക്ഷിച്ച് ഇതെല്ലാം വേഗം തിരിച്ചറിയും. പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയും എന്നുള്ളതാണ് മാർഗതല്ലാതെ. അതെ അതെ, അവയെ തിരിച്ചറിയും. ഒരു അബദ്ധം പറ്റിയാലും ഇതല്ല ഈ റൂട്ട് എന്ന് പെട്ടെന്ന് നമ്മൾ മറ്റേത് ഇതാണ് റൂട്ട് എന്നും അതിന് കുറെ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് നമ്മൾ മറ്റ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാകുക. അൻസാരി ഉസ്താദിനും ഷെരീഫ് അലി ഉസ്താദിനൊക്കെ ഉറപ്പ് പോകുന്നുണ്ട്, ഏകദേശം നിർത്താനായിട്ടുണ്ട് എന്നാ പറയുന്നത്. പിന്നെ നമ്മളെ നാട്ടില് ഒരു സമൂഹ ഇഫ്താർ ഉണ്ട്. അപ്പൊ അടുത്ത ഞായറാഴ്ചയാണ്. അപ്പൊ അതിലേക്ക് ഈ അതിഥി തൊഴിലാളികളൊക്കെ ക്ഷണിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഓലോട് സംസാരിക്കാൻ ഒന്ന് ഏൽപ്പിച്ചാണ്. എന്തോ 5-10 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ അതിനെങ്ങനെ പ്രിപ്പയർ ആവണ്ടി? ആദ്യം പറയാനുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുക, പോയിന്റുകൾ. അവരോടൊക്കെ എന്തൊക്കെയൊക്കെ ഇപ്പൊ സംസാരിക്കണ്ടേ അവരോട്? അതായത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ വലിയ ഉഷാറാണ്, കാരണം സ്വന്തം നാട് വിട്ട് സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കല്ലേ. പിന്നെ മുസ്ലിംസ് ആണല്ലോ നമ്പർ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വലിയ ഉള്ളതാണ്. മുസ്ലിം ആകുക എന്ന് പറയുന്നത് സൗഭാഗ്യമാണ്. മുസ്ലിമായിട്ട് ജീവിച്ചാൽ അത് വലിയ ഒരു നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പ്രൊപ്പഗേഷൻ ആണ്, ദേവത്താണ്. മുസ്ലിമായിട്ട് ജീവിച്ചാൽ ആരോഗ്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും, ഒരുപാട് ഉഷാറുണ്ടാകും. ശരിയായ മുസ്ലിം ആയാൽ മറ്റു ജനങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടും. ഇത്തരം പോയിന്റുകൾ അവരോട് പറയാം. എന്നിട്ട് തെർസീബ്, നോമ്പ്, റമദാനിൽ നോമ്പ് പറ്റാൻ വലിയ പ്രതിഫലം ഉണ്ടാവും. നിങ്ങള് ഈ ചൂടുള്ളപ്പോഴും നോമ്പ് നോക്കാനൊക്കെ തയ്യാറാകുക, എന്നാ അത് വലിയ സംഭവമാണ്, വലിയ അങ്ങനെ അത്തരം ആശയങ്ങൾ പറയാം. സംഘടനന്റെ കീഴിലാണ്, സംഘടന ചെറുതായിട്ട് പരിചയപ്പെടുത്തി ചെയ്യാൻ. തീർച്ചയായിട്ടും അത് പറയണം. അതായത് കാന്തപുര ഉസ്താദിന്റെ ബഹുമാനവും കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലും ഇന്ത്യയുടെ പുറത്തും ദീനീ ചലനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളും അതൊക്കെ മനസ്സിലാക്കി കാന്തപുര ഉസ്താദിന്റെ ഒക്കെ ആ ഒരു ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ പിന്നിൽ അണിനിരക്കണം. അതും കൂടി പറയാം. ആദ്യം മലയാളത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഉറുദു, നിങ്ങള് മലയാളത്തിൽ നോട്ട് ചെയ്ത് പിന്നെ ഉറുദു പറഞ്ഞാൽ തന്നെ ഉറുദു ആയിക്കും, ഉഷാറായിക്കും. അഥവാ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കി വെക്കുക അല്ലേ? ഇവിടെ ഞാൻ ജോലി ചെയ്യണം. അവിടെ നമ്മളെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തില് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ 7 മാസമായി അകന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് നമ്മളെ നെറ്റ് പരിചയപ്പെടുത്തണം. നല്ലതാണ്. ഒരു റഹ്മത്തല്ല, അവരോടുള്ള ഒരു റഹ്മത്താണ്. നമ്മള് വിശന്ന് നമ്മള് വയറ് നിറഞ്ഞാല് വേറൊരുത്തൻ വിശന്നിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് പറയണം, ഇതാ എനിക്ക് വിശപ്പുള്ളപ്പോ നല്ല വയറ് നിറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിശപ്പിനുള്ള വയറ് നിറയാനുള്ള ഇതും കൂടി ആ ഹോട്ടലിലുണ്ട് എന്ന് പറയുന്ന ഒരു കാരുണ്യാണ്, റഹ്മത്താണ്, അവരോടുള്ള റഹ്മത്താണ്. അവരോട് ഇപ്പൊ എങ്ങനെയാണ് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത്? വളരെ നാച്ചുറൽ ആയിട്ട് പറയാ, നിർബന്ധിക്കലില്ലാതിരിക്കുക, അതേ സമയത്ത് പ്രോത്സാഹിപ്പിക്കുക, നിർദീപാക്കണം. നിർദീപാക്കുന്നതിന്റെ കതിർ നിർബന്ധിക്കലാകാതിരുന്നാൽ മതി. അവരോട് പറയേണ്ടത് ഇതെങ്ങനെ
നിങ്ങള് എന്തൊക്കെയാണ് റാഹത്ത് തന്നെയാണോ? അപ്പൊ നിങ്ങളോട് അവര് സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം പറയൂലേ? പ്രശ്നം പറയുമ്പോ പറയാ ഇത്തരം വിഷയങ്ങൾക്കെല്ലാം വളരെ കാര്യക്ഷമമായ പരിഹാരമുള്ള ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം എന്ന് പറയാം. ശരീഫ് സവാൽ ഒരു ഒരു പൊതുവിഷയം, അതായത് ഇപ്പോ ഈ ലഹരി വിഷയങ്ങളിലൊക്കെ പെടുന്നത് കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികൾ, അതേപോലെ മതപഠനവും മദ്രസാ പഠനമൊക്കെ കിട്ടിയ കുട്ടികളാണ് ഇപ്പൊ ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഉസ്താദ്മാരെ പ്രശ്നമാണോ? ഇങ്ങനൊരു ചർച്ച ഉണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയില്. എന്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മളെ സ്റ്റേജ് പറഞ്ഞു പൂർത്തിയാക്കി. അത് ഒരു ആശങ്ക ചർച്ചകളിൽ ഒന്ന്, മദ്രസകള് എക്സാം ഓറിയന്റഡ് ആയിട്ട് സ്കൂളിലെ പോലെ A+ വാങ്ങുക, അതിലൊക്കെ ഫോക്കസ് ചെയ്ത് പഠനം അങ്ങോട്ട് പോയി തെർബിയത്തിന്റെ രംഗത്ത് പിന്നോക്കാണെന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ഈ ഇത് വന്നപ്പോഴേ റാങ്കും പിന്നെ എന്താ പറയാ A+ഉം ഗ്രേഡിംഗ് ഒക്കെ വന്നപ്പം കൂടുതൽ A+ നേടുക, അതുണ്ടാക്കി കൊടുക്കാനുള്ള എന്താ പറയാ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി കൊടുക്കാൻ സിസ്റ്റത്തിലേക്കൊക്കെ മദ്രസകൾ മാറി. ഒരു നിലക്ക് അങ്ങനെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സ്കൂളുകളിലെ മദ്രസ ഒരു പീരീഡ് കൊടുക്കാൻ സിസ്റ്റം ആയപ്പോൾ പഴയ ഉസ്താദന്മാര് മദ്രസ കൊടുത്ത ആ തെർബിയത്ത് നടക്കുന്നില്ല. ഇങ്ങനത്തൊക്കെ പല വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്താ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് പരിഹാരം? ഈ ആരോപണം യാഥാർത്ഥ്യമാണോ അല്ലേ അത് നോക്കണം. മദ്രസകളിൽ വരുന്നവരും മാത്രം അല്ലാത്തവരും ഉണ്ടാവില്ലേ? അതിപ്പോ ഈ ആരോപണം യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ട്, എന്താ പരിഹാരം? ഇതൊക്കെയാണ്. അവിടെ മുസ്ലിംസ് വ്യാപകമായി മറ്റു സമൂഹത്തെക്കാൾ വരുന്നു എന്നുള്ളത് ഒരു പുനരാലോചിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വിലയിരുത്തിയാൽ പലപ്പോഴും അതിന്റെ വിപരീതമാണ് കാണാൻ സാധ്യത കാണുന്നത്. രണ്ടാമത്തത്, ഈ ഇസ്ലാമിക് സ്റ്റഡീസ്, മോറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിന്റെ ശരിയായ സ്റ്റൈല് മദ്രസയിൽ ശരിക്ക് റാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിലും അതിന്റെ കൂടെ നിർദ്ദേശിക്കപ്പെട്ട ഒരു രീതിയാണ് അതിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം, വാല്യൂ എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കണം എന്നത് നിർദ്ദേശമുണ്ട്. അത് ചിലയിടത്തൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വ്യാപകമായ ഒരു വിലയിരുത്തൽ. അത് നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണ്, നിഷേധിക്കല്ല വേണ്ടത്, നമ്മൾ ഇടപെട്ട് പരിഹാരം കാണേണ്ട ഒരു മേഖല. മൂന്നാമത് അവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു മാറ്ററാണ് പിന്നെ മറ്റ് മതവിഭാഗങ്ങൾ അവർക്ക് പഠനമൊന്നും ഇല്ലല്ലോ, എന്നിട്ട് ഇവിടെ മുസ്ലിംസിന് പഠനം ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെയാണ്? അവിടെ ഒരു വിഷയം, സത്യത്തിൽ മുസ്ലിംസിന്റെ ഇടയിലെ ഈ മോറൽ സ്റ്റഡി മുസ്ലിംസിലും അല്ലാത്തവരിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഒരു സോഷ്യലി മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിംസിലെ ഈ മതപഠനം മുസ്ലിംസിൽ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളിലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മാറ്റവും നല്ല ചേഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോ ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 10 പേര് ഇരിക്കുകയാണ്. ഈ 10 പേരില് 5 പേര് മുസ്ലിമാണ്, അല്ലെങ്കിൽ 4 പേര് മുസ്ലിമാണ്, 6 പേര് മുസ്ലിം അല്ലാത്തൊരു മതക്കാരനാണ്. എങ്കിൽ അത്തരം ഒരു സമയത്ത് 4 പേര് ഒരു നോമ്പെടുത്തിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 6 പേർക്കും എന്ത് തോന്നും? ആ നോമ്പല്ലടാ, അവര് നോമ്പ് വെക്കല്ലേ, നമ്മള് ഇപ്പൊ കഴിക്കണ്ട. ഇതൊരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണത്. ഇതുപോലെ ഒരുപാട് നന്മകളിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മതപഠനം എന്ന് പറയുന്നത് പൊതുവെ എല്ലാ വിഭാഗങ്ങളിലും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമസത്യമാണ്. നാലാമത് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് അവിടെ ഉള്ളത്, പിന്നെ ഇനി എന്താ പരിഹാരം? പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റഡീസിൽ തെർബിയത്താണ്. അവരെ മെന്റർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മെന്റർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ അതിൽ നല്ല മാറ്റം ഉണ്ടാക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും, നല്ല ചേഞ്ച് ഉണ്ടാക്കാനും കഴിയും. അതിൽ നമ്മളിപ്പോ ഹാപ്പി സോൺ പറയുന്ന ഈ സ്റ്റൈൽ, അത് നബിതങ്ങൾ പഠിപ്പിച്ചതിൽ കാണാം, സ്വാലിഹീങ്ങളുടെ താലീമിലൊക്കെ ഇത് കാണാം, മഹാന്മാരുടെ താലീമിലും തദ്ബീറിലും എല്ലാം അത് കാണാം. അത് ഫോളോ ചെയ്യാണ് ചെയ്യേണ്ടത്.
ജസാക്കുമുല്ലാഹു ഖൈറൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ആ മർഹബൻ. ഒരു ജോലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലികൾ പലതും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിലേക്കൊന്നും കിടന്നില്ല, ഒരു ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഇളക്കം വരുന്നൊരവസ്ഥ. അഥവാ നമ്മൾ പറഞ്ഞാൽ തന്നെ പിന്നെ അതിങ്ങനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് അത് വേണോ, അത് അടുത്തത് നോക്കണോ എന്നുള്ള ഒരു തോന്നൽ വരിക. ഇങ്ങനെ ഒരു 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 കൽബ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അതിനെന്താ ഒരു പോംവഴി എന്താണ്? ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ജോലി പറഞ്ഞു തരട്ടെ, എളുപ്പമുള്ള. ആയിക്കോട്ടെ. നമ്മളെ ഓൺലൈൻ ദർസിന്റെ മെന്ററാണ് എന്ന് പറഞ്ഞാല് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കിതാബുകളുടെ ക്ലാസ്സുകളുണ്ട്. അതില് ഒരു 100 സാധാരണക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാം. അവരോട് പറയേണ്ട മാറ്റർ ഇതാണ്, യൂട്യൂബിലൊക്കെ ഉള്ളതാണ്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതില് അതിന്റെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിങ്ക് തരും. ആ ഉസ്താദിന്റെ അടുത്ത് നേരിട്ടുള്ള ഇതാണ് അനുവാദ പ്രകാരം. അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലെ അവരുടെ അനുവാദ പ്രകാരം നിങ്ങൾക്ക് ലിങ്ക് ഒരു മാസം 200 രൂപ തന്നാ മതി. ഇനി 200 രൂപ ഇല്ലെങ്കിലും അവർക്ക് ലിങ്ക് ഒക്കെ കൊടുക്കാം. ഇനി 200 രൂപയോട് കൂടിയാണ് അതിന്റെ വസന്. അത് പറഞ്ഞിട്ട് 200 രൂപ അവരുടെ വാങ്ങുന്നിടത്തേക്ക് എത്തിക്കാം. അങ്ങനെ ഒരു 100 പേരോട് നിങ്ങളൊരു മാസം കൊണ്ട് ഈ ഇഷ്ടംപോലെ സാധാരണക്കാരുണ്ട് നിങ്ങളെ നിങ്ങളെ വീട്ടിന്റെ ചുറ്റുവട്ടത്തിലെ ഒരു 4 ഭാഗത്തെ ഒരു 50 വീടെടുത്താൽ 100-ലധികം ആൾക്കാർ നിങ്ങൾക്ക് എന്തുണ്ടാകും, അവിടെ നിന്ന് ഇതുണ്ടാവും. അവരോട് പറയേണ്ടത് വ്യാപകമായി എല്ലാ വീടുകളിലും മതപഠനം, പഴയ ഒരു ദർസ് പോലെ മതപഠനം എത്തിക്കുക എന്ന ഒരു മബ്ലഗ്, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടെ സ്ഥാപിച്ചൊരു സംവിധാനമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതാവുമ്പോ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാനൊക്കെ അതും അവസരമാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഓൺലൈനായിട്ട് സ്ഥിരമായിട്ട് ഇതിലെ പഠിതാക്കൾക്ക് ഓൺലൈനായിട്ട് ഒരു സെഷനൊക്കെ അതും നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോ ആ ഓൺലൈൻ സെഷനൊക്കെ ഉണ്ടാകും, അതിൽ വരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 200 രൂപ ഒരാളടുത്ത് നിന്ന് വാങ്ങിയ 100 രൂപ സിസ്റ്റത്തില് ഇതിന്റെ ഇൻചാർജ് ഉള്ള ആള് അഷ്റഫ് അലി സത്താഫി വല്ലപ്പുഴയാണ്. അവര് അതുപോലെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ചെറിയൊരു വിഹിതം എല്ലാം കൂടി 100 രൂപ അത്രേ വരുള്ളൂ. അപ്പൊ 100 രൂപ ഇത് അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ 100 പേരെ ചേർത്താൽ 10,000 രൂപ നിങ്ങൾക്കായി ഇല്ലേ? 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 10,000 ആയില്ലേ? അപ്പോ 10,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് സ്വതന്ത്രമായി വീട്ടിലിരുന്ന് നിങ്ങളെ സമയം പോലെ പണിയെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവരെ എല്ലാ ദിവസവും അവരെങ്ങനെ ഫോളോ ചെയ്യും. 100 പേരെ ഒരു 10 ദിവസം കൊണ്ട് 10 പേരെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ 100 പേരെ ഇങ്ങനെ എല്ലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ള ലിങ്ക് കൊടുക്കുക. അവർക്ക് ഏത് കിതാബാണോ ഇഷ്ടമുള്ളത് ആ കിതാബിന്റെ തുടർച്ചയായിട്ടുള്ള ലിങ്കുകൾ കൊടുക്കുക. അങ്ങനെ എല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ പണിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ കറക്റ്റ് ആ ജോലി ഒരു നല്ല ബർക്കത്തുള്ള ഒരു ജോലിയാണ്. അതേസമയം അവരിങ്ങനെ കിതാബ് വല്ലപ്പോഴും കണ്ടോളുന്നില്ല, എന്നാലും കണ്ടാ വലിയ കാര്യമല്ലേ. അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 100 രൂപ കൊടുക്കുമ്പോൾ കാണാനുള്ള സാധ്യത ഇങ്ങനെ കൂടി വരും. അപ്പോ അത് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് അവർക്ക് ലൈഫിൽ പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ തീരാനുള്ള വഴിയായിട്ട് അത് മാറും. അവരെ പലതരം നന്മകൾ പരിചയപ്പെടുത്താൻ, അതുപോലെ പല നന്മകൾ പരിചയപ്പെടുത്താനൊക്കെ അത് ഉപരിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോ അവർക്കും അത് വലിയ ഉപകാരമാണ്. നമുക്ക് നിങ്ങളൊരു മദ്രസ ജോലി ചെയ്ത 5 റുപ്യ 6 റുപ്യ ഒക്കെ അല്ലേ ഉണ്ടാകുക അല്ലെ? അതിന് 2 റുപ്യ ചെലവും കഴിച്ചാൽ പിന്നെ ഒരു 4 റുപ്യ 3 റുപ്യൊക്കെയാണ് ബാക്കി ഉണ്ടാകുക. ആ സ്ഥാനത്ത് ഒരു വീട്ടിലിരുന്നാകുമ്പോൾ വേറെ ചെലവൊന്നുമില്ല. ആകെ ഒരു ഫോണിൽ റീചാർജ് ചെയ്യുന്ന, അതല്ലെങ്കിലും റീചാർജ് ചെയ്യാം. അതിന് പ്രത്യേക ചെലവൊന്നും എക്സ്ട്രാ ചെലവൊന്നും വരികയില്ല.
സമയം മാത്രം നല്ല ഇഖ്ലാസോടെ ഒരു വീഡിയോ എങ്കിലും നമ്മളും കാണുക, അത് നീയത്തോടെ. ഇൽമു പഠിക്കുക, ഇൽമുമായി മുത്തദാവിലാവുക എന്ന നീയത്തോടെ ഒരു വീഡിയോ എങ്കിലും നമ്മൾ കാണാം. അപ്പോഴേ മറ്റൊരാളോട് പറയുമ്പോ ആ പറയുന്നതിന് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ, ഒരു ഹയാത്ത് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോ നിങ്ങൾക്ക് നല്ല ഖിദ്മത്ത് ചെയ്യാം. ഒരു ജോലി എളുപ്പമുള്ള പറഞ്ഞാൽ നിങ്ങൾ ഈ ആശങ്ക പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത് ഉസ്താദേ? ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിലോ അങ്ങനെ തുടങ്ങണമെങ്കിൽ എന്താ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങള് പിന്നെ അഷ്റഫ് അലി സത്താഫിനോട് നിങ്ങൾക്ക് തന്നെ പറയാം. ഇനി അതല്ല ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തന്നെ പറഞ്ഞാലും മതി. എന്നിട്ട് എന്ത് ചെയ്യും, തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേറെ ആളെ പെർമിഷൻ ഒന്നും വേണ്ട. ഇതാ നിങ്ങള് നോട്ട് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക. ആ നോട്ട്ബുക്കിൽ നിങ്ങളെ അടുത്ത വീട്ടുകാരെ, അടുത്തടുത്ത ആൾക്കാരെ അങ്ങനെ നോട്ട് ചെയ്യുക. വീട്ടുകാരനെ ആകണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ പരിചയ വലയത്തിലുള്ള ഒരു 500 ആളെ നോട്ട് ചെയ്താൽ 100 പേര് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യും. 500 ആളെ, ഒരു 50 വീടൊക്കെ നോട്ട് ചെയ്താൽ അവിടെ ഒരു 500 ആളോ അതിന്റെ മേലെ ആളുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് 100 ആൾ സുഖമായിട്ട് ജോയിൻ ചെയ്തു. ഒന്നാമത്തെ ദിവസം തന്നെ ബന്ധപ്പെടുന്ന എല്ലാവരെയും ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നും വേണ്ട. അവർക്ക് ലിങ്ക് ഒക്കെ ഇട്ട് കൊടുക്കുക. ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ മഹത്വം, അതായത് ഫത്തുഹുൽ മുഈനിന് ഇൽമിന്റെ ഫത്തുഹുൽ മുഈനിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സിൽ ഇൽമിന്റെ മഹത്വം പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. എത്രാമത്തെ ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? 7-ാമത്തതോ 11-ാമത്തതോ അങ്ങനെ ഏതോ ഇൽമിന്റെ മഹത്വം ഖിയാനത്തിൽ പറഞ്ഞ ഭാഗമാണ്. അങ്ങനെ തന്നെ നമ്മൾ ഒരു തവണ കേൾക്കുക, അത് അവർക്ക് ഇട്ടുകൊടുക്കുക. ഇതൊന്ന് കേട്ടു നോക്കിട്ടോ എന്ന് പറയാം. എന്നിട്ട് അവരോട് പറയാ, അതാ സ്ഥിരമായിട്ട് എപ്പോഴും എല്ലാ വീടുകളിലും, മുസ്ലിം വീടുകളിലും മതപഠനം, ഒരു ദർസി ചുറ്റുപാട് കൊണ്ടുവരിക എന്ന നിയത്തോടെ സംവിധാനിച്ച ഒരു സംവിധാനമാണ്. എനിക്കറിയുന്ന ഒരു ഉസ്താദാണ്. അയാൾ നല്ല മനുഷ്യനാന്നൊക്കെ നിങ്ങളെ തട്ടിവിട്ട് പിന്നെ എന്ത് ചെയ്യാ, പിന്നെ നല്ലതാണ്. ഇൽമിന്റെ സദസ്, ഇൽമിന്റെ ഒരു ആളാകാം, പഠിതാവാകാം. നല്ലതാണ്. അപ്പൊ എന്തുണ്ട്, ഒരു ജെനുവിനായ സ്രോതസ് ഏതോ വീഡിയോ എടുത്ത് കാണുകയല്ല, മറിച്ച് എനിക്കറിയാവുന്ന ഒരു ഉസ്താദിൽ നിന്ന് സ്ഥിരമായിട്ട് കിതാബുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു. ഒരു 500 ആളെ കണക്ട് ചെയ്യുക, 100 ആളെ ലക്ഷ്യം വെക്കുക 1-ാം മാസം. 2-ാം മാസം വീണ്ടും 100 ആളെ ലക്ഷ്യം വെക്കുക. 3-ാമത്തെ മാസം ആകുമ്പോ 200 ആളെ ലക്ഷ്യം വെക്കുക. 4-ാമത്തെ മാസവും അങ്ങനെ തന്നെ ലക്ഷ്യം. അങ്ങനെ ഒരു 6 മാസം വർക്ക് ചെയ്ത ഒരു പിന്നെ 500 പേരെയൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി. 500 പേരെയൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരു മാസം എല്ലാ ചെലവും കഴിച്ചിട്ട് ഉണ്ടാക്കാൻ പൈസ ഉണ്ടാവും. നല്ല ബർക്കത്തുള്ള പൈസ ആയിരിക്കും. കാരണം 200 റുപ്യ എന്ന് പറഞ്ഞാൽ ആർക്കും ഭാരം ഉണ്ടാവില്ല. ഒറ്റ ദിവസത്തെ മീൻ വാങ്ങുന്ന പൈസ ഉണ്ടാവുള്ളൂ ഒരു മാസത്തേക്ക് 200 റുപ്യ എന്ന് പറഞ്ഞാൽ. ഞാൻ ശ്രമിക്കട്ടെ. വലൈക്കും അസ്സലാം. യൂസ ഇന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. യൂസ തിരക്കില്, കുട്ടികളെ നോക്കുന്ന തിരക്കില്. യൂസ കേൾക്കുന്നില്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഉസ്താദിനെ പേഴ്സണായിട്ട് വിളിക്കാം, കുറച്ച് ഡീപ്പായ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. യൂസ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. യൂസ അങ്ങോട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെ? ഞാൻ മാത്രം കേൾക്കാത്തതാണോ? അല്ല, ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കാം. ഒരു ബോക്സിലിട്ടായിരുന്നു അതിന്റെ ആ സ്പീക്കറിന് എന്തെങ്കിലും കുഴപ്പമില്ല. അത് പറ റാഹത്തല്ലേ? അൽഹംദുലില്ലാ. എനിക്കും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ആയിക്കോട്ടെ. എപ്പോഴും സ്ഥലം ബന്ധപ്പെടാൻ പറ്റുക? എപ്പോഴാ വേണ്ടേ? ഇത് കഴിഞ്ഞ് ഉടനെ വിളിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. ഇപ്പൊ ഇനി ഇന്നലെ ഇതിൽ ആരും ബാക്കിയുണ്ടോ ഇനി? ഇല്ല എന്ന് തോന്നുന്നല്ലേ? ഇല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും സമയം വളരെ ഗംഭീരമായി നല്ലൊരു സമയം ചെലവഴിച്ചതിന് എല്ലാവരെയും പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കുന്നു. അള്ളാഹു റമദാനിലും ഒരു വലിയ ധീരമായ ചുവടുവെപ്പ്, ഹൈറായ ഒരു ചുവടുവെപ്പിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച നമ്മളെല്ലാവരിൽ നിന്നും അള്ളാഹു നല്ലൊരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده معصوما. ആമീൻ. اللهم اجعلنا من عبادك الصالحين. اللهم لا تجعلنا ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ആമീൻ. تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين ആമീൻ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه